Welcome all. In this session, we are going to introduce electromagnetic induction and discuss Faraday's experiment and Faraday's law of electromagnetic induction. Michael Faraday, we know Michael Faraday, he is known as father of electricity. In 1831, Faraday reported a number of experiments using magnet and coil. ഇപ്പോൾ നമ്മൾ ഇന്ന് ഈ സെഷനിൽ മൈക്കൽ ഫാരഡേയുടെ എക്സ്പെരിമെന്റ്സും മൈക്കൽ ഫാരഡേയുടെ ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മൈക്കൽ ഫാരഡേ നമ്പർ ഓഫ് എക്സ്പെരിമെന്റ്സ് റിപ്പോർട്ട് ചെയ്തു. ആ എക്സ്പെരിമെന്റ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ 3 എക്സ്പെരിമെന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ എക്സ്പെരിമെന്റ്സും ആ എക്സ്പെരിമെന്റ്സിന്റെ കൺക്ലൂഷൻസ് എന്തായിരുന്നു എന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി ആ എക്സ്പെരിമെന്റ്സ് എന്തിലേക്കാണ് ലീഡ് ചെയ്യുന്നത് എന്നുകൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. നോക്കൂ, look, experiment 1. ഈ ഒരു എക്സ്പെരിമെന്റില് ഫാരഡേ യൂസ്ഡ് എ മാഗ്നറ്റ് ആൻഡ് എ കോയിൽ, ഒരു കണ്ടക്ടിംഗ് കോയിലും മാഗ്നറ്റും ഉപയോഗിച്ച ഒരു എക്സ്പെരിമെന്റ് ആണത്. നോക്കൂ, വി ഹാവ് എ സോഫ്റ്റ് അയൺ കോർ. നമുക്കൊരു ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഈ സോഫ്റ്റ് അയൺ കോറിന് മുകളിൽ ഒരു സോളിനോയിഡിനെ വൗണ്ട് ചെയ്യുകയും യു ക്യാൻ പാസ് എ കറണ്ട്, അതിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്യുമ്പോൾ എന്തായി മാറുന്നു? ഒരു ഇലക്ട്രോ മാഗ്നറ്റായി മാറുന്നു. ഇപ്പോൾ ഇതൊരു സോഫ്റ്റ് അയൺ കോറാണ്. ആ സോഫ്റ്റ് അയൺ കോറിന് മുകളിൽ നമ്മളൊരു സോളിനോയിഡ് വൗണ്ട് ചെയ്തിരിക്കാം. ഈ വൗണ്ട് സോളിനോയിഡിന് ഒരു കറണ്ട് കൊടുത്താൽ അതിനകത്ത് ഒരു കറണ്ട് പാസ് ചെയ്യുന്നു. കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ ഇത് മാഗ്നറ്റൈസ് ചെയ്യപ്പെടും ആൻഡ് ആക്ട് ആസ് എൻ ഇലക്ട്രോ മാഗ്നറ്റ്. ഇപ്പൊ സ്വാഭാവിക ഒരു നോർമൽ മാഗ്നറ്റും പോസിബിൾ ആണ്. നമ്മളിവിടെ ഇലക്ട്രോ മാഗ്നറ്റ് ഉപയോഗിച്ച് എക്സ്പെരിമെന്റ് കാണിക്കുന്നത് മാത്രം. ഇതൊരു ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. അപ്പൊ ഇവിടെ സ്വാഭാവികമായിട്ട് ഒരു നോർത്ത് പോളാരിറ്റിയും ഒരു സൗത്ത് പോളാരിറ്റിയും ഉണ്ടാവും. ആ പോളാരിറ്റിയെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു പോളാരിറ്റി ഉണ്ടാവും. ഇത് കൂടെ യൂസ് ചെയ്യുന്നത് ഒരു കോയിലിനെയാണ്, ഒരു കണ്ടക്ടിംഗ് കോയിലാണ്. കണ്ടക്ടിംഗ് കോയിൽ ഒരു കണ്ടക്ടിംഗ് കോയിൽ വയറാണ്. ഈ കണ്ടക്ടിംഗ് കോയിലും മാഗ്നറ്റും ഉപയോഗിച്ചു. ഇതൊരു കണ്ടക്ടിംഗ് ലൂപ്പാണ്. ഇറ്റ്സ് എ കണ്ടക്ടിംഗ് ലൂപ്പ്. ഒരു കണ്ടക്ടിംഗ് ലൂപ്പും ഇലക്ട്രോ മാഗ്നറ്റും. ഫസ്റ്റ് എക്സ്പെരിമെന്റ് ചെയ്തത് ഈ ലൂപ്പിനെ ഒരു വി വെലോസിറ്റിയിൽ, ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിൽ ഈ മാഗ്നറ്റിൽ നിന്ന് മൂവ് ചെയ്തപ്പോ ഈ ലൂപ്പിനകത്ത് ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. അത് ഈ കോയിൽ മാഗ്നറ്റിനെ അപേക്ഷിച്ച് മൂവ് ചെയ്യുമ്പോൾ, ഈ മാഗ്നറ്റിനെ അപേക്ഷിച്ച് കോയിൽ മൂവ് ചെയ്യുമ്പോൾ ഈ കോയിലിനകത്ത് ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നതായി കാണുന്നുണ്ട്. കറണ്ട് ഇൻഡ്യൂസ് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായും കറണ്ടിന്റെ സോഴ്സ് എന്ന് പറയുന്നത് EMF ആണ്. അപ്പൊ ഇതിനകത്ത് ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നതായി കാണുന്നു. ഇതാണ് ഫാരഡേയുടെ ഫസ്റ്റ് എക്സ്പെരിമെന്റ്. ആൻഡ് സെക്കൻഡ് എക്സ്പെരിമെന്റിൽ ചെയ്തത് സെയിം സെറ്റപ്പ്, യൂസ് ചെയ്തത് മാഗ്നറ്റും കോയിലും തന്നെയാണ്. സെക്കൻഡ് എക്സ്പെരിമെന്റ് ചെയ്തത് ഈ കോയിലിനെ റെസ്റ്റ് നിർത്തുകയും മാഗ്നറ്റിനെ വി വെലോസിറ്റിയിൽ കോയിലിനെ അപേക്ഷിച്ച് മൂവ് ചെയ്യുകയും ചെയ്തു. അതായത് കോയിൽ ഇപ്പോൾ റെസ്റ്റിലാണ്. അപ്പൊ കഴിഞ്ഞ എക്സ്പെരിമെന്റ് 1 കോയിൽ മൂവ് ചെയ്യുകയും മാഗ്നറ്റ് റെസ്റ്റിലുമായിരുന്നു. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ്പെരിമെന്റ് 2 ആണ്. സെക്കൻഡ് എക്സ്പെരിമെന്റിൽ കോയിലിനെ റെസ്റ്റിൽ നിർത്തുകയും മാഗ്നറ്റിനെ കോയിലിനെ അപേക്ഷിച്ച് മൂവ് ചെയ്യുകയും ചെയ്തു. ഈ സമയത്തും കോയിലിനകത്ത് ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നതായി കാണപ്പെട്ടു. ഈ കോയിലിനകത്ത് ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നതായിട്ട് കാണപ്പെട്ടു. അതിനുശേഷം ഡയറക്ഷൻ ഓഫ് മോഷനെ മാറ്റിയപ്പോ ഈ എക്സ്പെരിമെന്റ് 1ലും എക്സ്പെരിമെന്റ് 2ലും ഇപ്പോ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നതിന് പകരം ഓപ്പോസിറ്റ് മൂവ് ചെയ്തപ്പോ കറണ്ടിന്റെ സെൻസ് വളർന്നതായി കണ്ടു. അതുപോലെ കോയിൽ ഫോർവേഡ് മൂവ് ചെയ്യുന്നതിന് പകരം കോയിൽ ബാക്ക്വേർഡ് മൂവ് ചെയ്യുമ്പോൾ സെൻസ് ഓഫ് കറണ്ട് ചേഞ്ച് ചെയ്തതായി കണ്ടു. ഇനി അതിനുശേഷം മൂന്നാമത് ഫാരഡേ ചെയ്ത എക്സ്പെരിമെന്റ്, തേർഡ് എക്സ്പെരിമെന്റിൽ യൂസ് ചെയ്യുന്നത് മാഗ്നറ്റും കോയിലും തന്നെയാണ്.
with a slight difference. You just see. ഒരു ബാറ്ററി കണക്ട് ചെയ്യുന്നതിന് പകരം ഇവിടെ ഒരു ബാറ്ററി കണക്ട് ചെയ്യുന്നതിന് പകരം ഈ കറണ്ട് വേരി ചെയ്യുന്നു എന്ന് വിചാരിക്കുക. Say this is a varying current. Time varying current കൊടുക്കും. ഈ കറണ്ട് സമയത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. ഈ കറണ്ട് ടൈം വേരിയിങ് ആവുമ്പോഴും when the current varies with time ഇതിലൊരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നതായി കാണും. ഓക്കെ, അപ്പൊ നമ്മൾ ഫാരഡേയുടെ 3 എക്സ്പെരിമെന്റ് ആണ് ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് എക്സ്പെരിമെന്റിൽ a magnet at rest and coil is moving, and in second experiment coil at rest and magnet is moving. In the third experiment magnet and coil are not moving, but the current which produces the magnetic field changes so that a current is induced, an EMF or current is induced in the loop. ഈ 3 കേസുകളിലും ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നതായി കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇത്തരം ഒരു EMF ജനറേറ്റ് ചെയ്യപ്പെടുന്നതാണ്. എന്തുകൊണ്ടാണ് ഈ EMF ജനറേറ്റ് ചെയ്യപ്പെടുന്നത്? അപ്പൊ നമുക്ക് ഫെമിലിയർ ആണ്, ഇതൊരു മാഗ്നറ്റ് ആണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്പെരിമെന്റ് 1ലേക്ക് തിരിച്ചു വന്നാൽ, you just look the case of experiment 1. Here the cell is connected. Cell is connected here. The experiment 1ലേക്ക് തിരിച്ചു വന്നാൽ it is moving like this. Moving like this. Current is induced. ഇതാണ് എക്സ്പെരിമെന്റ് 1. നമ്മുടെ എക്സ്പെരിമെന്റ് 1ലേക്ക് തിരിച്ചു വന്നാൽ നോക്കൂ, ഇതൊരു മാഗ്നറ്റ് ആണ്. ഒരു മാഗ്നറ്റ് ആയതുകൊണ്ട് we are familiar with the field around the magnet. It is magnetic field. Like this, a magnetic field exists. This magnet has some field around it. We call it as the magnetic field. Magnetic field, and the strength of the field decreases as we move away. The field of a magnet is maximum near its poles, and what happens is it decreases as we move away from the magnet. It is maximum here, and what happens is it keep on decreases as you move away. Now what happens here is when you move the conducting loop away from the magnet, what happens is the magnetic field linked with this loop decreases. And when you move the loop towards the magnet, what happens is the magnetic field linked with the loop increases. Again, when you move the magnet, you look experiment 2, when you keep the coil at rest and move the magnet, the same thing happens. When you move the magnet away, the field associated with the coil decreases. When you move the magnet towards the coil, what happens is the field associated with the loop increases. And you look the third case, what happens in the third case? In the third case, neither magnet nor coil are moving. And what we are doing is we are changing the current. We know that. Do remember the magnetic field due to a solenoid B equal to mu 0 Ni. The magnetic field is a function of current. When you vary the current here, the magnetic field produced by this magnet changes. As the magnetic field changes, the magnetic field associated with or linked with the loop changes. Now we can reach a conclusion. This is a Faraday's conclusion. A change in magnetic field produces an induced EMF. A change in magnetic field produces an induced EMF. Magnetic field ഉള്ള ചേഞ്ച് ഒരു ഇൻഡ്യൂസ്ഡ് EMF-നെ ജനറേറ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ കൺക്ലൂഷൻ. A change in magnetic field induces an EMF in a loop. EMF ഒരു കറന്റ് സോഴ്സ് ആണ്. ഈ EMF ആണ് ഒരു സർക്യൂട്ടിൽ കറന്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ EMF ആണ്, ഇപ്പോൾ കറന്റ് സോഴ്സ് എന്ന് പറയുന്നത് EMF ആണ്. EMF ആണ് സർക്യൂട്ടിൽ കറന്റ് ഉണ്ടാക്കുന്നത് നമുക്ക് അറിയാം.
അപ്പോൾ നമ്മൾ ഇപ്പം ഇതിന്റെ കൺക്ലൂഷൻ വരാം. എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസസ് an EMF in a loop and that is the cause of current in the loop. ഇനി ഇതിന്റെ ഡയറക്ഷനെ പറ്റി നമ്മൾ അടുത്ത സെഷനിൽ ഞാൻ ഡിസ്കസ് ചെയ്യുള്ളൂ. നമ്മൾ കാണുന്ന ഒരു ഒബ്സർവേഷൻ, മാഗ്നറ്റ് കോയിൽ അടുത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സെൻസ് ഓഫ് കറണ്ട് അല്ല, മാഗ്നറ്റ് കോയിലിന് ഓപ്പോസിറ്റ് ആയി മൂവ് ചെയ്യുമ്പോൾ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനുകളാണ് കറണ്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കോയിലിനെ ഫോർവേഡ് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കറണ്ട് ഡയറക്ഷൻ അല്ല, കോയിൽ ബാക്ക്വേർഡ് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്. അത് തമ്മിൽ വ്യത്യാസമുണ്ട്. അത് രണ്ടും ഓപ്പോസിറ്റ് ആണ് കാണാൻ സാധിക്കും. അത് നമ്മളതിന്റെ കോസ് നമ്മൾ നെക്സ്റ്റ് സെഷനിൽ ലെൻസ് ലോ വരുമ്പോഴേക്കും വി വിൽ ഡിസ്കസ്. ഇപ്പൊ നോക്കൂ, another experiment. We have a magnet, say this is north pole and south pole. We have a magnet and a coil near to it. A coil near to it. This magnet, we know that there exists a magnetic field around the magnet and a coil is placed near the magnet. Now, you look, instead of moving magnet and coil, in the former experiment, what we had done is we have changed the current here and so that the magnetic field changes. We have moved the coil away, the magnetic field changes. Moved magnet away, the magnetic field changes. Instead of moving that, what we have to do is, suppose you assume that this is a conducting loop and also it's a stretchable one. Stretchable conducting loop, that is you can stretch it and you can increase its radius or area, and the magnet is placed here and the conducting loop is placed here. What you have to do is you stretch it and increase the area. If you stretch this conducting wire, conducting loop, and you increase the area, you can see that some current is induced here. An EMF, due to that EMF, some current is induced in the loop. Current is induced in the loop. So, you can see there is no relative motion, so that there is no change in magnetic field. Here, the area of the loop changes. Now, the first one, from the 3 experiments, we concluded that a change in magnetic field will generate an EMF which can produce a current. And here you can see, instead of varying magnetic field, you can change the area of the coil, and that change in area of coil also produces an induced EMF and thereby an induced current. Right. You see one more experiment. We have our magnet here, this north pole and south pole, a magnet. It can be an electromagnet also, well, and we have used an electromagnet in the previous 3 experiments. And here a normal magnet, you can use electromagnet instead of this one, no difference at all. This is a magnet, but the use of electromagnet, we have an advantage. You can vary the current and you can change the magnetic field, strength of magnetic field by using an electromagnet. Here it is not possible. It's a magnet of a particular strength. A magnet is here, and you place the loop here about some axis, and you rotate it in its magnetic field. Rotate, and here exists a magnetic field around this magnet. You know, here exists a magnetic field around this magnet. You place a coil in this magnetic field, and you rotate the coil. You see that the magnetic field is not changing here. The area is not changing. What actually changes is the angle between magnetic field and area vector of this loop. The angle between magnetic field and area vector of the loop, that changes. Now we can see 3 points. 1, when the magnetic field linked with the loop changes, an EMF is induced in the loop. When the area of the loop changes, an EMF is induced in the loop. And 3rd, when angle between magnetic field and area vector changes, an EMF is induced in the loop. Now we can include all
these three terms, namely one is magnetic field B and other is area and other is theta into a single term. Instead of saying that when B changes, EMF is induced, when A changes, EMF is induced, when theta changes, EMF is induced, we can introduce a new term called magnetic flux, denoted by phi B. Magnetic flux, because there are electric flux and magnetic flux, that's why we will use phi B here. Phi B, magnetic flux. The magnetic flux is phi B is integral over S B dot dA. dA is the elementary area. B dot dA. Integral over surface B dot dA. ഇപ്പോൾ നമ്മുടെ ഇലക്ട്രോഡൈനാമിക്സ് 1 മാഗ്നറ്റിക് ഫ്ലക്സിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. ക്ലോസ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി പറ്റി പഠിച്ചിട്ടുണ്ട്. ഗോസ് തിയറം പറ്റി പഠിച്ചിട്ടുണ്ട്. ഗോസ് തിയറം മാഗ്നറ്റിസം നമുക്കറിയാം. ക്ലോസ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി ഈക്വൽ 0, ദാറ്റ്സ് ഗോസ് തിയറം മാഗ്നറ്റിസം. Here this magnetic flux phi B, and we know that its SI unit is Weber. Weber is the SI unit of magnetic flux. This magnetic flux with a coil phi B equal to integral over surface B dot dA. Integral over surface B dot dA. Now let us conclude. When magnetic flux linked with a coil changes, an EMF is induced in the coil. Whenever, whatever be the reason, the magnetic flux linked with the coil changes, an EMF is induced in the loop, and we call this law as Faraday's law. Faraday's law of electromagnetic induction. And we call actually this phenomena as electromagnetic induction. That is when magnetic field changes, EMF is induced. We call that phenomena as electromagnetic induction. And the Faraday's law states the induced EMF is minus d phi b by dt. The negative sign comes from the direction, actually it comes from Lenz's law that we will discuss later. Now look, the induced EMF is rate of change of magnetic flux. This is Faraday's law. The induced EMF is minus d phi b by dt. Phi b stands for magnetic flux. Induced EMF is minus d phi b by dt. Now one more point we have to address here is that, look the statement of Faraday's law. Whenever magnetic flux linked with a loop changes, an EMF is induced in the loop and thereby a current is induced. But you imagine a situation suppose we have a magnet, this is north pole and south pole. You assume that this loop is open instead of a closed loop. And if you move the magnet towards a coil, is there any induced current or not? Definitely speaking, we know that this is open circuit, no current will flow in this circuit, so that there is no induced current. But there is some induced EMF. Because what happens is when you move the magnet towards the coil, what happens is the magnetic flux linked with this coil changes. Whenever the magnetic flux linked with the coil changes, an EMF is induced. This induced EMF may not produce current in all situations. If this loop is closed, it will produce current also. But if this loop is open, there is induced EMF, but there is no induced current. So, we know Faraday's law now. Whenever magnetic flux linked with a loop changes, an EMF is induced in the loop, and that EMF is equal to
negative rate of change of magnetic flux.